ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലാന്റ് ലേ ഔട്ട് എന്തായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് പ്ലാന്റ് ലേ ഔട്ടിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് എടുക്കാനുള്ളത്. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണെന്നുള്ളത് നോക്കാം. കുറച്ച് അധികം പോയിൻറ്റ്സ് നിങ്ങൾക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. അത് തന്നെ അറൗണ്ട് 14 പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ഈ ഫാക്ടേഴ്സ് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്. നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രൊഡക്ഷൻ്റെയും ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതും എന്താണ് അത് പ്ലാൻ ലൊക്കേഷനുമായിട്ടും പ്ലാൻ ലേ ഔട്ടുമായിട്ടും എന്താണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ ലേ ഔട്ട് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ സ്റ്റേഷനറി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ലേ ഔട്ട് എപ്പോഴും ഹെവി പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലൈൻ ലേ ഔട്ടാണ് വേണ്ടത്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ മറ്റൊരു മെഷീനിലേക്ക് സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് ലേ ഔട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ മെഷീൻസൊക്കെ ഈസി ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മെഷീൻസിനെ നമുക്ക് ഈസിലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയതാണ് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്. അടുത്താണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വോളിയമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് സ്കെയിലാണോ ലൈൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈൻ ടൈപ്പ് ഓഫ് ലേ ഔട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് കസ്റ്റമർ ഓർഡർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫങ്ഷണൽ ലേ ഔട്ടാണ് നമ്മൾ ബേസ് ചെയ്യുക. അപ്പോൾ ഈ ലൈൻ ലേ ഔട്ട്, ഫങ്ഷണൽ ലേ ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇതൊക്കെ എന്താണെന്നുള്ളത് ഇതൊക്കെ നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻ ലേ ഔട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ആവും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അതായിരിക്കും എടുക്കാം. അടുത്താണ് നേച്ചർ ഓഫ് പ്ലാന്റ് ലൊക്കേഷൻ. നമ്മൾ പ്ലാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സൈസ് ഓഫ് ദ ലാൻഡ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേ ഔട്ട്, പ്ലാന്റിൻ്റെ ലേ ഔട്ട് തീരുമാനിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സൈസ് ഓഫ് ദ ലാൻഡാണ്, അതായത് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈസ് ഓഫ് ദ ലാൻഡ് നമുക്ക് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ സൈറ്റ് കുറച്ചുകൂടി റെയിൽവേൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളെ സൈറ്റ് എന്നുണ്ടെങ്കിൽ സാധാ ഒരു ജനറൽ ലേ ഔട്ട് മതി. നേരെ മറിച്ച് കുറേ ഷിപ്പിങ്ങും അല്ലെങ്കിൽ ഫ്ലോ ഓഫ് പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ദൂരമാണ്, അല്ലെങ്കിൽ റെയിൽവേ ലൈനൊക്കെ ഒരുപാട് ദൂരമാണെങ്കിൽ അപ്പോൾ നമ്മളെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ദ ലൊക്കേഷൻ ഓഫ് ദ പ്ലാന്റ് ഡിറ്റർമൈൻസ് ദ മോഡ് ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിനനുസരിച്ചായിട്ട് നമ്മൾ ലേ ഔട്ട് തീരുമാനിക്കുക. അടുത്തതാണ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി പ്രോസസ്സ്. ഇൻഡസ്ട്രീൻ്റെ പ്രോസസ്സ്, അതായത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പ്ലാൻ ലേ ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി പ്രോസസ്സ്. അതായത് സാധാരണ രീതിയിൽ ലേ ഔട്ടിനെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മെഷീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിൻ്റെ സെൻറ്ററും ലൊക്കേഷനും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ലേ ഔട്ടിൻ്റെ ഇൻഡസ്ട്രീൻ്റെ പ്രോസസ്സ്, എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി പ്രോസസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇൻഡസ്ട്രീൻ്റെ പ്രോസസ്സിനെ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇൻ്റർമിറ്റൻറ്റും കണ്ടിന്യൂസും. ഇൻ്റർമിറ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ്, ഒരു വർക്ക് കഴിയും എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് ഉണ്ടാവുക, അതാണ് ഇൻ്റർമിറ്റൻറ്റ്. കണ്ടിന്യൂസ് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പണൻസും ഡിഫറെൻറ്റ് മെഷീൻസൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരാം സാധാരണ രീതിയിൽ. ഇങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അന്നേരം പക്ഷേ കണ്ടിന്യൂസ് ഇൻഡസ്ട്രി ആവുന്ന സമയത്ത് ഇവിടെ റോ മെറ്റീരിയൽസ് ഒരു സ്ഥലത്തായിരിക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടൽ മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഇൻഡസ്ട്രീനെ നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് പറയുന്നത്, അനലിറ്റിക്കലും സിന്തറ്റിക്കലുമാണ്. അപ്പോൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോ മെറ്റീരിയൽസിനെ സെവറൽ പാർട്സ് ആയിട്ട് ഒരു കോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യും. അതായത് ഓയിൽ, ഷുഗർ, ഇതൊക്കെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടോ അതിലധികമോ മെറ്റീരിയൽസിനെ ഒന്നിച്ച് കൂടി ചേർത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മറ്റ് സെവറൽ പാർട്സിനെല്ലാം കൂടി അസംബിൾ ചെയ്തുകൊണ്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ സിമെൻറ്റ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്.
അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലൈൻ ലേ ഔട്ടാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സോഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്താണ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്ലാൻ ലേ ഔട്ടിനെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്ന 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ജോബ് ഓർഡർ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ബാച്ച് പ്രൊഡക്ഷൻ, തേർഡ് വൺ മാസ് പ്രൊഡക്ഷൻ. അപ്പം ഇതൊന്നും ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. PPT കുറേ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും വിചാരിച്ചിട്ടാണ്. അപ്പോൾ വോയിസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ജോബ് ഓർഡർ പ്രൊഡക്ഷൻ പറഞ്ഞു, ബാച്ച് പ്രൊഡക്ഷൻ പറഞ്ഞു, മാസ് പ്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ജോബ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് കസ്റ്റമറെ ഓർഡർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സാധാരണ രീതിയിൽ, അതായത് ഒരു കസ്റ്റമറെ പോലെ ആവണമെന്നില്ല മറ്റൊരു കസ്റ്റമർ. അപ്പോൾ അത് അങ്ങനെയായിരിക്കും നമ്മൾ ഈ ജോബ് പ്രൊഡക്ഷനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷീൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ഓരോ കസ്റ്റമർ നീഡ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇറ്റ് ക്യാരീസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ബാച്ചസ് അല്ലെങ്കിൽ ഓർ ഗ്രൂപ്പ് അറ്റ് ഇൻ്റർവെൽസ്. ഒരു ബാച്ച് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവെല്ലായിട്ടാണ് ഇതിനകത്ത് ചെയ്യുക. അപ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ എല്ലാ പ്രൊഡക്ട്സിനും ഒരേ സെയിം സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉണ്ടാവുക. പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ സെയിൽസിന് എത്രത്തോളം സെയിൽസ് വരും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടായിരിക്കും ബാച്ച് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവുക. അപ്പം ഈ ഒരു കേസിൽ ഫങ്ഷണൽ അല്ലെങ്കിൽ പ്രോസസ് ലേ ഔട്ടാണ് ഏറ്റവും മാച്ചായിട്ട് വരുന്നത്. അടുത്താണ് മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അതായത് എല്ലാതും ഒരേപോലെ ആയിരിക്കും. ഇതിൽ സാധാരണ ലൈൻ ലേ ഔട്ടാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ലേ ഔട്ടും അതുപോലെ തന്നെ പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേ ഔട്ടും ഒക്കെ എങ്ങനെ, അല്ലെങ്കിൽ ഫിക്സഡ് പൊസിഷൻ, അങ്ങനെ പലതരത്തിലുള്ള ലേ ഔട്ടുകളും പ്രധാനമായിട്ട് വരുന്ന 3 ലേ ഔട്ടുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ 3 ലേ ഔട്ടിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ മാച്ച് ആകും എന്നതാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, കൺഫ്യൂഷൻ വേണ്ട. വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ലേ ഔട്ടുകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് നേച്ചർ ഓഫ് മെഷീൻസ്. എങ്ങനെയാണ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസും എക്യുപ്മെൻറ്റ്സും ലേ ഔട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഭയങ്കര ഹെവി വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഭയങ്കര നോയ്സി അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റേഷനറി ലേ ഔട്ടാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. സ്റ്റേഷനറി ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെയാണ് ലേ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു സ്റ്റേഷനറി ലേ ഔട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക. സ്റ്റേഷനറി ലേ ഔട്ടിനെ നമ്മൾ ഫിക്സഡ് പൊസിഷൻ എന്നും കൂടി നമ്മൾ പറയും. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സ്ഥലത്ത് തന്നെ മെഷീൻ വെക്കുന്നു, മെഷീൻ്റെ അടുത്തേക്ക് നമ്മൾ മൂവ് ചെയ്യണം, അതാണ് വരുന്നത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേഷനറി ലേ ഔട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ലേ ഔട്ട് എന്നും കൂടി അതിനെ പറയും. അപ്പം നെക്സ്റ്റ് വണ്ണാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ക്വാണ്ടിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ വേണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്യും. അതായത് എന്തൊക്കെ നേച്ചർ ഓഫ് മെറ്റീരിയൽസാണ് ഈ പ്രൊഡക്റ്റായി മാറാൻ വേണ്ടി പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരു സോപ്പ് വെറുതെ സോപ്പാവുന്നില്ല, പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണല്ലോ സോപ്പായി മാറുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലേ ഔട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മെറ്റീരിയൽസ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ ഈ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇപ്പം അതുപോലെ തന്നെ മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഫാക്ടേഴ്സ് എന്താ വെച്ചാൽ, റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എത്ര സ്പേസ് വേണം, എത്ര വോളിയം വേണം, എത്ര വെയിറ്റ് വേണം, എത്ര ഫ്ലോറിൽ എത്ര ലോഡ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ എത്ര ഹൈറ്റിലാണ് നമ്മൾ സീലിംഗ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മളതിനെ സ്റ്റോർ ചെയ്യണം, എന്തൊക്കെ, അതുപോലെ തന്നെ എത്ര സ്പേസ് അല്ലെങ്കിൽ എത്ര എഫിഷ്യൻസി ആയിട്ടായിരിക്കണം നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തേണ്ടത്, അതൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഇക്കണോമിക് പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് മെറ്റീരിയൽ ഫ്ലോ ആൻഡ് എ സൗണ്ട്ലി കൺസീവ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ നേച്ചർ ഓഫ് മെറ്റീരിയൽസിൻ്റെ നേച്ചർ എങ്ങനെയാണ് അതും ലേ ഔട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
And then type of machine and equipment. എന്തൊക്കെ മെഷീൻസ് അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ലേഔട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് മേ ബി either general purpose or special purpose. So certain type of tools are also used in these machines and equipments. It will also affect the layout because it will have the different machines and equipments quietly have a different types of machines and equipments we are using in the our organization. So we need different space, speed and material handling process. Each factors also should be considered while we are choosing out any type of layout. Okay, the next one, workers. We know that men is the most important factor in the production. Therefore special consideration should be given to the workers. Their safety should be also considered while we are taking the layout process. So because we need to take all necessary steps to protect them from any of the hazards which are facing in the future. So we must provide them restrooms, drinking water, and also we should consider the engineer about the type, position and requirements of employees while we are designing the layout. If the workers are in women, we should be given special consideration to the women also because they are more sensitive than men. So we should also consider them also. The position of the employees also determined while we are considering or while we are making the layout. So sufficient space is also needed for the workers for their free movement from one place to another place. So we are given free movement to them also for working. Okay, then next one, characteristics of the building. Characteristics of the building means the what are the things affecting the building. It means its shape, cover, and the areas which is opened areas, and elevations are also the staircases, then parking areas, then storage places. So many factors which are so many characteristics are there in the building. So these all things also affect the layout of the plant while we are making the production. So we must also consider the characteristics of the building, how our building is and what are the characteristics of our building. So it will also affect the layout of the organization. So special type of construction is needed to accommodate huge or technical or complex or sophisticated machines and equipments. So we must care about the building also while we are taking the equipments and machines which are heavily. And also but if the new building is to be constructed, proper care should be given to construct it according to the layout plan drawn by experts. Okay, then next 11th one, policies of the management. We know that the policies of the management surely influence the plant layout, because the layout, the type of the layout depend very much on the decisions and the positions, policies of the management, because they are making the decisions and policies of the organization. So they are deciding the what the commodity should be and what will be the size of the plant, or what will be the quality of the product we are using, and the what of the things are the future plan, like expansions, diversifications, and so and so. So and also what's the amount of the stocks we are using, at what time we are taking the products, and also the kind of employees, facilities also. These all things depends upon the policies of the management. So the management policies include lot of things, especially the volume of the production, how much we are to be produced, and what are the future expansions, and how to be extend the automation, and what all the particular products are to be purchased, and what all the products are to be we are purchasing, and the purchasing policies of our products. And so we must take the consideration of the policies of the management also while we are taking the plant layout. The next one is climate. We know that
climate of our environment, climate of our atmosphere is also influenced the layout process of the organization, because sometimes the temperature, illumination or the air is deciding factors also for the location of the machines and the establishment. For example, in latrine manufacturing industry, the spray painting room is built along the factory wall to ensure the required temperature control and air exposure, and then the process of spray painting may be undertaken. നമ്മൾ ലാട്രിൻ മാനുഫാക്ചറിങ് നടത്തുന്ന സമയത്ത് സ്പ്രേ പെയിൻറ്റ് നമ്മൾ കൃത്യമായിട്ട് വാളിൽ തന്നെ സേവ് ചെയ്ത് കൃത്യമായിട്ട് നോക്കണം. ബിക്കോസ് അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലോഷറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് ക്ലൈമറ്റിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നീഡ് ഫോർ പ്ലാന്റ് എക്സ്പാൻഷൻ. We know that actually during the development of the layout, the process of design, the project engineer should consider the needs for plant layout. What all the plan layout you are to be taken must be considered the plant expansion also. The needs of the plant expansion also should be considered while we considering the layout. It's a duty of the project manager while considering these things. And the last one is maintenance requirements. We know that maintenance requirements is the most factor also which affect the arrangement of the equipments of some parts, because some equipments must be complex due to the frequent maintenance, and also such equipments is to be it requires easily access and attention for most safety of the layout. And also one or more escape should be provided as a reduce the attack of the fire and other hazards or blocking is escapes. And also project engineer should also consider the space needed to increase the space of the equipments for adding the and the equipments to these equipments, which means ഒരു പ്രൊഡക്റ്റ് ഒരു എക്യുപ്മെൻ്റ് ഉണ്ടായി വീണ്ടും എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ, വീണ്ടും മെയിൻ്റെനൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വീണ്ടും എക്യുപ്മെൻറ്റ്സ് വേണം ഫ്യൂച്ചറിലെങ്കിൽ നമ്മൾ അതും കൂടി മനസ്സ് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലേഔട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പം ഇതിനകത്ത് ഒരുപാട് ടേംസുകൾ പറഞ്ഞു. ടേംസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നാളെ പറയുന്നുള്ളത്, അത് ഞാൻ നാളെ ഡിസ്കസ് ചെയ്യും. അതാണ് എന്തൊക്കെയാണ് പ്ലാൻ ലേഔട്ടിൻ്റെ ടൈപ്സ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് യൂസ് ചെയ്യും, ഇങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ആ ടൈപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നാളെ നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ഓരോ ടൈപ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.